നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഈ മാസം പകുതിയോടെ ആരംഭിക്കാൻ LDF തീരുമാനം. പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കും. കഴിഞ്ഞ തവണത്തേതുപോലെ സ്ഥാനാർത്ഥികൾക്ക് 2 ടേം വ്യവസ്ഥ കർശനമാക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി വിലയിരുത്താൻ ഇടതുമുന്നണി യോഗം വെള്ളിയാഴ്ച ചേരുന്നുണ്ട്. സെയ്ഫ് സൈനുലാബ്ദീൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. സെയ്ഫ്, ഇനി 3 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. സജീവമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സീറ്റ് വിഭജന ചർച്ചകളും എല്ലാം 3 മുന്നണികളിൽ നടക്കുകയാണ്. LDFൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? ജീന, LDFിന്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ആദ്യം ഉപേക്ഷ ചർച്ച നടക്കണം. കാരണം 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. അതിൽ എത്ര സീറ്റിൽ ഏതൊക്കെ പാർട്ടികൾ മത്സരിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഉപേക്ഷ ചർച്ചയിലൂടെയാണ്. ഉപേക്ഷ ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ഞങ്ങൾക്ക് ആ സീറ്റ് വേണം, ഞങ്ങൾ ഈ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാണ് തുടങ്ങിയ പരസ്യ പ്രതികരണങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു അസ്വാരസ്യം ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടായിക്കൂടാ എന്നില്ല. ആദ്യം അങ്ങനെ ഉപേക്ഷ ചർച്ച നടക്കും. ഉപേക്ഷ ചർച്ചയിൽ ഓരോ പാർട്ടിക്കും മത്സരിക്കേണ്ട സീറ്റുകളുടെ എണ്ണം വീതിച്ച് നൽകും. ചില പാർട്ടികളിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കും, ചിലർക്ക് കൂടുതൽ സീറ്റ് നൽകും. അങ്ങനെ വിഭജിച്ച് നൽകിയ ശേഷം അതാത് പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സംഘടനാ രീതി, ഇടതുമുന്നണിയുടെ ഒരു സംഘടനാ രീതി. അതിന് ഓരോ പാർട്ടിക്കും ഓരോ രീതികളാണ് ഉള്ളത്. CPMന് CPMൻ്റെതായ സംഘടനാ രീതിയുണ്ട്. അതുപോലെ തന്നെ CPIക്ക് അവരുടേതായ സംഘടനാ രീതിയുണ്ട്. CPMനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ജില്ലാ നേതൃത്വങ്ങൾക്ക് മുന്നിലേക്ക് ഒരു 3 പേരടങ്ങുന്ന ഒരു പട്ടിക CPM നേതൃത്വം വയ്ക്കും. 3 പേരടങ്ങുന്ന പട്ടിക വെച്ചതിന് ശേഷം ഇത് അവിടെ ചർച്ച ചെയ്ത് അത് ഒരു പേരാക്കി അയക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവർ അവരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പേര് ഇവിടെ നൽകുകയും ഇവിടെ സംസ്ഥാന നേതൃത്വം അത് അംഗീകരിച്ച് കൊണ്ട് ജില്ലാ നേതൃത്വത്തിന് നൽകുകയും പിന്നീട് മണ്ഡലം കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്യുന്നതോടെയാണ് സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയാകുന്നത്. CPI ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ജില്ലയിൽ നിന്ന് വരണം. ജില്ലയിൽ നിന്ന് അവരുടെ അഭിപ്രായം വന്ന ശേഷം സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക എന്ന രീതിയാണ് CPIക്ക് ഉള്ളത്. എന്തായാലും ഈ മാസം പകുതിയോടുകൂടി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാം എന്നുള്ളൊരു വിലയിരുത്തലിലാണ് CPM നേതൃത്വങ്ങൾ എല്ലാം ഉള്ളത്. മറ്റന്നാൾ ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് ആ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീടുള്ളത് കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ മേഖലയിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി പ്രചരണ രംഗം കൂടുതൽ സജീവമാകും എന്നാണ് നേതൃത്വം കരുതുന്നത്. വെള്ളിയാഴ്ച CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. അതിനുശേഷം അതിന് പിന്നാലെ തന്നെ 11, 12, 13 തീയതികളിൽ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം, 16, 17, 18 തീയതികളിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് വെച്ചാണ് ചേരുന്നത്. വർഷത്തിൽ ഒരു തവണ കേരളത്തിൽ വെച്ച് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം 16, 17, 18 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് വെച്ച് ചേരാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുന്നത്. 2 ടേം വ്യവസ്ഥ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നിലവിൽ CPM എടുത്തിരിക്കുന്ന ധാരണ. 2 ടേം വ്യവസ്ഥ അത് കർശനമായി നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പുതുമുഖങ്ങളെ കൊണ്ടുവരേണ്ടി വരും. ഇതൊരു നിർണായക തെരഞ്ഞെടുപ്പാണ്. പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അവരെ മണ്ഡലത്തിൽ ഉടനീളം പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് ഒരു ടേം വ്യവസ്ഥ അത് കർശനമായി നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും LDF ഇടതുമുന്നണി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ അണിയറയിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ഇതൊക്കെ നിർണായകമാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്നും വേണം കരുതാൻ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 2 ടേം വ്യവസ്ഥ ഒഴിവാക്കുന്നത് എന്ന തീരുമാനത്തിൽ LDF എത്തിയത് എന്ന് കണക്കാക്കാൻ കഴിയുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഈ 2 ടേം വ്യവസ്ഥ കർശനമായി നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം ഒഴിയേണ്ട ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ മത്സരിക്കാൻ കഴിയില്ല. പിണറായി വിജയൻ പ്രത്യേക ഇളവ് കൊടുക്കേണ്ടി വരും. KK ശൈലജയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഏതാണ്ട് 21ഓളം പേർക്ക് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരും 2 ടേം വ്യവസ്ഥ കർശനമായി നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് ഇളവ് നൽകുക എന്ന ധാരണയിലേക്ക് CPM നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. അത് 2 ടേം വ്യവസ്ഥ വേണ്ട, അത് ഇളവ് നൽകാം. അത് ഇളവ് ആർക്കൊക്കെ നൽകണമെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആ തീരുമാനം കൊണ്ടുവരിക എന്നുള്ളതാണ് CPM നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് നയിക്കട്ടെ എന്ന ധാരണയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റാരും തെരഞ്ഞെടുപ്പ് നയിക്കാനില്ല. എന്തുകൊണ്ടല്ല പിണറായി വിജയനെ നയിപ്പിക്കുന്നത്, അദ്ദേഹമാണ് 10 വർഷവും നയിക്കുന്നത് എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 3 ടേം
3 ജാഥകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വടക്കൻ കേരളത്തിൽ നിന്ന്, തെക്കൻ കേരളത്തിൽ നിന്ന്, മധ്യ കേരളത്തിൽ നിന്ന്, അങ്ങനെ 3 മേഖലാ ജാഥകൾ ഇതിനിടയിൽ പര്യടനം നടത്തുന്നുണ്ട്. കേരളത്തിലുടനീളം പര്യടനം നടത്തുന്നുണ്ട്. അത് ഈ മാസം അവസാനത്തോടു കൂടി അവസാനിക്കുകയും ചെയ്യും. അതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം വ്യക്തമാകും.